കേരളത്തിലെ മിക്ക വീടുകളിലും KCBയെ പറ്റിച്ച് കറണ്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കൂട്ടത്തിൽ നിങ്ങളുടെ വീടും ഉൾപ്പെട്ടിട്ടുണ്ടോ? KCBയിലെ ഈ നിയമം മനസ്സിലാക്കി നിങ്ങൾ വേണ്ട മാറ്റം KCBയിൽ വരുത്തിയില്ലെന്നുണ്ടെങ്കിൽ വലിയൊരു തുക നിങ്ങൾ പിഴയായിട്ട് നൽകേണ്ടി വരും. ഇപ്പോൾ KCBയുടെ ആൻറ്റി പവർ തെഫ്റ്റ് സ്ക്വാഡ് അഥവാ വിജിലൻസ് വിഭാഗം കേരളമൊട്ടാകെ മിന്നൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഉടൻ തന്നെ നിങ്ങളുടെ വീടുകളിലേക്കും എത്തിയേക്കാം. അപ്പോൾ ഈ ഒരു വിഷയത്തെപ്പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ വീട് പണിയുമ്പോഴോ അല്ലെങ്കിൽ വീട്ടുപകരണങ്ങളോ വാങ്ങുമ്പോൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ഈ ഒരു നിയമലംഘനത്തിന് കാരണമാകുന്നത്. സാധാരണ ഒരു വീടിന്, അതായത് സിംഗിൾ ഫേസ് കണക്ഷനാണ് സാധാരണ വീടുകൾക്ക് ഉള്ളത്. ഈ സിംഗിൾ ഫേസ് കണക്ഷൻ ഉപയോഗിക്കാൻ എത്രയായിരിക്കണം അതിൻ്റെ കണക്ടർ ലോഡ് എന്നുള്ളത് KCB അതിന് ഒരു പ്രത്യേക നിയമം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. 5000 വാട്ട്സിൽ കുറവായിരിക്കണം, അല്ലെങ്കിൽ 5 കിലോ വാട്ടിൽ കുറവായിരിക്കണം എന്നുള്ളതാണ്. ഇതിൽ കൂടുതലുള്ള വീടുകൾ എല്ലാം തന്നെ 3 ഫേസ് കണക്ഷനിലോട്ട് മാറണം എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ പെട്ടെന്ന് കണക്ഷൻ ലഭിക്കാനും വേണ്ടിയും അതുപോലെ തന്നെ 3 ഫേസ് കണക്ഷൻ്റെ മീറ്റർ ചാർജ് ഒഴിവാക്കാനും വേണ്ടി മിക്കവരും ചെയ്യുന്നതാണ് സിംഗിൾ ഫേസ് കണക്ഷൻ എടുക്കുക എന്നുള്ളത്. അതായത് പവർ പ്ലഗുകൾ ഇത്ര എണ്ണം കാണിക്കാതെ പവർ 5000 വാട്ട്സിൽ കുറവ് കാണിച്ചുകൊണ്ട്, ഇലക്ട്രീഷ്യൻ്റെ സഹായത്തോടെ 5000 വാട്ട്സിൽ കുറവ് കാണിച്ചുകൊണ്ട് KCBയെ പറ്റിച്ച് സിംഗിൾ ഫേസ് കണക്ഷൻ എടുത്തതിന് ശേഷം അവർ 5000-ന് മേളിൽ കണക്ടർ ലോഡുകൾ ഉപയോഗിക്കും. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നമുണ്ടാകുന്നത്. ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴും നമ്മൾ വളരെ ചൂട് കൂടുതലുള്ള സമയമായിരുന്നു. ഈ ഒരു സമയത്ത് എല്ലാവരും വീടുകളിൽ AC-യും ഇൻഡക്ഷൻ കുക്കറും മറ്റു ഉപകരണങ്ങളും എല്ലാം കൂടെ പ്രവർത്തിച്ച് കഴിയുമ്പോഴത്തേന് നമ്മുടെ ഇവിടുത്തെ ട്രാൻസ്ഫോമറുകൾക്ക് ഇത് താങ്ങാൻ മേലാത്ത അവസ്ഥ വന്നു. ഇതിൻ്റെ ലോഡ് താങ്ങാൻ മേലാതെ വന്നിട്ട് ഇത് കത്തിപ്പോകുന്ന അവസ്ഥ. അതായത് നിരവധി ട്രാൻസ്ഫോമറുകളാണ് കത്തിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കോടികളാണ് KCBക്ക് നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കണക്ടർ ലോഡ് വീടുകാർ കുറച്ച് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം സംഭവിച്ചത്. അതിനെതിരെയായിട്ടാണ് KCBയുടെ ആൻറ്റി പവർ തെഫ്റ്റ് സ്ക്വാഡ് അഥവാ വിജിലൻസ് വിഭാഗം പരിശോധനയ്ക്ക് ഇപ്പോൾ വരുന്നത്. ഈ പരിശോധനയിൽ 5000 വാട്ട്സിൽ കൂടുതൽ നിങ്ങളുടെ വീട്ടിൽ ഉപകരണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയൊരു തുക പഴയതായിട്ട് നൽകേണ്ടി വരും. ഈ തുക നൽകുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് കണക്ഷൻ നൽകിയ അന്ന് മുതലുള്ള തുകയും അതിൻ്റെ പലിശയും ചേർത്താണ് നിങ്ങളുടെ ഈടാക്കാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, 5000 വാട്ട്സിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഇലക്ട്രീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ നിങ്ങളുടെ DV ബോർഡ് 3 ഫേസ് കണക്ഷനിലോട്ട് മാറ്റിയിട്ട് ഉടൻ തന്നെ KCB പോയി 3 ഫേസ് കണക്ഷന് അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ ഭാഗത്ത് 3 ഫേസ് ലൈൻ വലിച്ചിട്ടില്ലെന്നുണ്ടെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്തിടണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 3 ഫേസ് ലൈൻ അതിലെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് KCB 3 ഫേസ് ലൈൻ നൽകുന്നതാണ്. KCBക്ക് വേണ്ടത് 5000 വാട്ട്സിൻ്റെ എത്ര വീടുകളാണ് പ്രവർത്തിക്കുന്നത്, 5000-ന് മേളിലോട്ട് എത്ര വാട്ട്സിലുള്ള വീടുകളാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഓരോ ട്രാൻസ്ഫോമറുകളും ഫിക്സ് ചെയ്യുന്നത്. അതിൽ കൂടുതൽ ഉപയോഗിക്കുമ്പോഴത്തേനാണ് ഈ ട്രാൻസ്ഫോമർ കത്തിപ്പോകുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ചൂട് സമയത്ത് AC-യൊക്കെ ചുമ്മാ വാങ്ങിച്ച് ഓരോരുത്തർ പവർ പ്ലഗ് ഇല്ല AC കൊടുക്കാൻ വേണ്ടി, പുതിയൊരു പവർ പ്ലഗ് ഇലക്ട്രീഷ്യനെ കൊണ്ട് വലിപ്പിച്ച് അന്നേരം അവിടെ AC അങ്ങ് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. KCBക്ക് ഇതിനൊരു നിയമം തന്നെ നൽകിയിട്ടുണ്ട്. അതായത് ഒരു വീട്ടിൽ സിംഗിൾ ഫേസ് കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ എത്ര വാട്ട്സ് ആയിരിക്കണം എന്നുള്ള ഒരു കണക്ക് KCB തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാനത് എത്ര ഇതാണെന്ന് പറഞ്ഞു തരാം. അതായത് 20 വാട്ട്സിൻ്റെ 10 LED ബൾബ്, അത് 200 വാട്ട്സ് വരും. 4 ഫാൻ ഉപയോഗിക്കാം, 240 വാട്ട്സ്. ഒരു ഫ്രിഡ്ജ് 200 വാട്ട്സ്. TV 100 വാട്ട്സ്. മിക്സി 500 വാട്ട്സ്. വാഷിംഗ് മെഷീൻ 500 വാട്ട്സ്. ഇസ്തിരിപ്പെട്ടി നമ്മുടെ തേപ്പൂട്ടി 1000 വാട്ട്സ്. 3/4 HP മോട്ടർ 850 വാട്ട്സ്. ഇത് ഇത്രയും തന്നെ 3590 വാട്ട്സ് വരുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 1500 വാട്ട്സിൻ്റെ ഒരു AC-യും കൂടെ വെക്കാനുള്ള അനുമതിയുണ്ട്. അങ്ങനെയാണ് 5090 വാട്ട്സ്. 5090 വാട്ട്സ് വരുന്നുണ്ട്. ഈ 90 വാട്ട്സ് കൂടുതലില്ല. ഇതെല്ലാം ഒരുമിച്ച് ഉപയോഗിക്കുന്നില്ലാത്തതുകൊണ്ട് തന്നെ ശകലം കൂടുതൽ വരുന്നത് പ്രശ്നമില്ല. പക്ഷേ ഇതിൽ കൂടുതലുള്ളവരെല്ലാം തന്നെ സിംഗിൾ ഫേസ് മാറി 3 ഫേസിലോട്ട് മാറണമെന്നുള്ളതാണ്. ഇതിനെതിരായിട്ടാണ് ഇപ്പം പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കേരളമൊട്ടാകെ ഇതിൻ്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കണക്ക് പ്രകാരം നിങ്ങളുടെ വീട്ടിലെ വാട്ട്സ് എത്രയാണെന്ന് നിങ്ങൾ കണക്ക് കൂട്ടി നോക്കുക. ഇതിൽ കൂടുതൽ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ച് നിങ്ങൾ 3 ഫേസ് കണക്ഷനിലോട്ട് മാറണം. ഇപ്പോൾ ഇതിൻ്റെ പരിശോധന ഇപ്പം പുതിയ വീടുകളാണെങ്കിലും എടുക്കുമ്പം ഇങ്ങനെ കണക്ഷൻ കൊടുക്കുന്നതിനെതിരായിട്ട് ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ ഇലക്ട്രീഷ്യനും എതിരായിട്ട് നിയമ നടപടികൾ ഉണ്ടാവും. കൈക്കൂലി വാങ്ങുന്നതിനും അതുപോലെ തന്നെ ഈ KCBയെ പറ്റിച്ച് കറണ്ട് ഇങ്ങനെ കൊടുക്കുന്നതിനും എതിരായിട്ട് അവർക്ക് അവരുടെ ജോലി വരെ പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രീഷ്യന് അവരുടെ ലൈസൻസും
റദ്ദ് ചെയ്യുന്നതാണ്. സാധാരണ ഇപ്പം ഇലക്ട്രീഷ്യന്മാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് കണക്ഷൻ ലഭിക്കാൻ വേണ്ടി പവർ പ്ലഗുകളെല്ലാം വീട്ടിലെ AC അതുപോലെ തന്നെ പവർ പ്ലഗിൻ്റെ കിച്ചണിലൊക്കെയുള്ള പവർ പ്ലഗിൻ്റെ എണ്ണം കുറച്ചുകൊണ്ട് 5000-ൽ താഴോട്ട് ലോഡ് കണക്ടർ ലോഡ് കാണിച്ചുകൊണ്ട് KSEBിക്ക് പേപ്പർ കൊടുക്കും. KSEB പേപ്പർ നോക്കി കഴിയുമ്പോഴത്തേന് KSEBിയിലെ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തും. അവർക്ക് ചെറിയ കൈമടക്ക് കൊടുത്തുകൊണ്ട് ഈസി ആയിട്ട് അവർ സിംഗിൾ ഫേസ് കണക്ഷൻ എടുക്കും. സിംഗിൾ ഫേസ് കണക്ഷൻ എടുത്തു കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലെ എല്ലാ ഉപകരണങ്ങളും മേടിച്ച് പ്രവർത്തിപ്പിക്കാൻ തുടങ്ങും. അന്നേരപ്പോൾ തന്നെയാണ് ഈ 5000 വാട്ട്സിൽ മുകളിലോട്ട് ഇത് പോകുന്നത്. സിംഗിൾ ഫേസ് കണക്ഷനിൽ ഓരോ ട്രാൻസ്ഫോമറിൻ്റെ കീഴിൽ ഇത്ര യൂണിറ്റ് കറണ്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. 3 ഫേസ് ആണ് ഇങ്ങനെയാണെന്നുള്ള നിയമമുണ്ട്. ഇവർക്ക് ഓരോന്നിനും കണക്കുണ്ട്. അതിൽ കൂടുതലായതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഇത്രയധികം ട്രാൻസ്ഫോമറുകൾ അടിച്ചു പോകുന്നതും ട്രിപ്പാകുന്നതിനും കാരണമുണ്ടായത്. അപ്പോൾ ഇതിനെതിരായിട്ടാണ് ഇങ്ങനെ ഒരു പരിശോധന വീടുകൾ തോറും വരുന്നത്. ആദ്യം വലിയ വീടുകളിലാണ് വരുന്നത്. അത് കഴിഞ്ഞ് സാധാരണപ്പെട്ട ആൾക്കാരുടെ വീട്ടിലോട്ടും ഈ ഒരു അന്വേഷണം ഉടൻ തന്നെ വരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. ഉടൻ തന്നെ നിങ്ങളുടെ ലോഡ് കണ്ടെത്തിയിട്ട് അല്ലെങ്കിൽ ഒരു ഇലക്ട്രീഷ്യൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുപകരണങ്ങളെല്ലാം കൂടെ കണക്ക് കൂട്ടിയിട്ട് സിംഗിൾ ഫേസിൻ്റെ കണക്ഷനാണോ ഉള്ളത് അതിൽ കൂടുതലാണോ എന്ന് കണക്ക് കൂട്ടിയിട്ട് നിങ്ങൾ ഉടൻ തന്നെ 3 ഫേസ് ലൈന് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പുതിയ വീട് പണിയുമ്പോൾ നിങ്ങൾ 5000 വാട്ട്സിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിംഗിൾ ഫേസ് കണക്ഷൻ അല്ല അപേക്ഷ കൊടുക്കേണ്ടത്, 3 ഫേസ് കണക്ഷൻ അപേക്ഷ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു പക്ഷേ നിങ്ങളുടെ അതിലെ സിംഗിൾ ഫേസ് ലൈൻ ആയിരിക്കും വലിച്ചിട്ടുള്ളത്, നിങ്ങളുടെ റോഡ് വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലങ്ങൾ വഴിയോ. 3 ഫേസ് ലൈൻ ചിലപ്പം കാണത്തില്ല. പക്ഷെ നിങ്ങൾ വലിയ വീട് വെച്ചു, പക്ഷേ നിങ്ങൾക്ക് സിംഗിൾ ഫേസേ ഉള്ളെന്നുണ്ടെങ്കിൽ അത് KSEB അറിയിക്കണം. അറിയിച്ച് കഴിയുമ്പോൾ അവർ എന്ന് നിങ്ങളുടെ അതിൽ 3 ഫേസ് ലൈൻ വരുന്നോ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് 3 ഫേസ് ലൈനിൻ്റെ കണക്ഷൻ തരുന്നതായിരിക്കും. പക്ഷേ ഇത് അറിയിക്കുമ്പോൾ അവർക്ക് അതിൻ്റെ കപ്പാസിറ്റി ഇവരുടെ ട്രാൻസ്ഫോമറിൽ കൂട്ടി നൽകാനും നിങ്ങൾക്ക് അത് പ്രവർത്തിക്കാനുള്ള അനുമതിയും അവർ നൽകും. അങ്ങനെയുള്ള കേസുകൾ പ്രശ്നമില്ല. ഇതറിയാതെ ചെയ്യുന്ന പ്രശ്നങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പേപ്പർ KSEBിയിൽ ഇലക്ട്രീഷ്യന്മാർ പേപ്പർ സമർപ്പിക്കുമ്പോൾ ഓർത്തണം, അവരുടെ പേരും അഡ്രസ്സും സകലതും വെച്ചാണ് അവർ ഈ ഒരു പേപ്പർ അവിടെ സമർപ്പിക്കുന്നത്. അപ്പോൾ ആരാണ് ഈ വീടിന് കണക്ഷൻ കൊടുത്തതെന്നുള്ളത് KSEBിയുടെ കയ്യിൽ അതിൻ്റെ രേഖയുണ്ട്. അതുപോലെ തന്നെ ഏത് ഓഫീസറാണ് ഈ ഒരു അതിന് അനുമതി നൽകിയെന്നുള്ളതും അതിലുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇതിനകത്ത് പ്രതികളാവും. വലിയ പ്രശ്നങ്ങളിലേക്ക് സംഭവിക്കും. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ KSEBിയിലെ ഉദ്യോഗസ്ഥർക്കും ഒക്കെ കൈക്കൂലി കൊടുക്കുന്നത് ഇലക്ട്രിസിറ്റി ആക്ട് 126 പ്രകാരം വലിയൊരു കുറ്റമാണ്. ഉദ്യോഗസ്ഥർക്കാണെങ്കിലും കൊടുക്കുന്ന ആൾക്കും വലിയ ശിക്ഷാ നടപടികൾ ഉണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കുക. KSEBിയെ പറ്റിച്ച് ഇങ്ങനെ കറണ്ട് എടുക്കുന്നതിനൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത് ഉടൻ തന്നെ ഇപ്പം കേരളത്തിൽ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഡസ്ട്രിയൽ ഏരിയ എല്ലാം കഴിഞ്ഞു, ഇപ്പോൾ വീടുകളിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ്. ഏത് നിമിഷവും നിങ്ങളുടെ വീട്ടിലും അവർ എത്തിയേക്കാം. പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എത്രയാണ് നിങ്ങളുടെ ലോഡ്, അതായത് മിക്ക വീടുകളിൽ ഇപ്പോൾ AC എല്ലാം ഉണ്ടല്ലോ. ഇൻഡക്ഷൻ കുക്കറൊക്കെ വന്നു. ഇൻഡക്ഷൻ കുക്കറൊക്കെ 2000 വാട്ട്സിന് മേളില്ല ഒരു സാധനം തന്നെ. അപ്പോൾ അതെല്ലാം ഉപയോഗിക്കുന്ന വീടുകളുണ്ട്. അന്നേരം മിക്ക വീടുകളും 5000-ന് മേളിലോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം KSEB അവരെ അറിയിച്ചേ പറ്റുള്ളൂ. അറിയിച്ച് അവർക്ക് അതിന് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ അവർ തന്നെ നൽകും. ഇപ്പം സിംഗിൾ ഫേസ് ചില KSEB അറിയിച്ചു കഴിഞ്ഞാൽ ചിലർ പറയും വേണ്ട കുഴപ്പമില്ല, അത് സിംഗിൾ ഫേസിൽ തന്നെ കിടന്നോട്ട്. അവരുടെ അനുമതിയോട് തന്നെ കിടക്കുന്ന വീടുകൾക്ക് കുഴപ്പമില്ല. പക്ഷേ അവരത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പം വ്യാപകമായിട്ട് ഈ ട്രാൻസ്ഫോമർ കംപ്ലൈൻ്റ് ആകുമ്പം ഇത് കോടികളാണ് KSEBിക്ക് നഷ്ടം ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാനും പിന്നെ ഇങ്ങനെ എടുക്കുന്ന കറണ്ടുകൾ അനധികൃതമായിട്ട് എടുക്കുന്ന കറണ്ട് കണ്ടെത്തി അതിനെ പിഴ തിരിച്ച് KSEBിയിൽ ഉണ്ടാകുന്ന നഷ്ടം നികത്താനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു പരിശോധന നടത്തുന്നത്. അതിൽ നിന്ന് ഒരു കാരണവശാലും ആരും രക്ഷപ്പെടത്തില്ല. എന്ന് വെച്ചാൽ എല്ലാ വീടുകൾ തോറും വരുന്ന ഒരു നിയമമാണ്. അപ്പോൾ ഈ ഒരു മാറ്റം എല്ലാവരും അറിയിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കാണെങ്കിലും ഈ ഒരു വിവരം അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റായി എഴുതി അറിയിച്ചാൽ മതി. ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരേക്കും. ബൈ.